ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൽ വാഴേണം. നമുക്ക് രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്ന ആരാധന, ഈശോ ആരാധിക്കുന്ന 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 ആരാധിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ 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 ആരാധിക്കുന്ന 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 ആരാധിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്ന ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്ന 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 ആരാധിക്കുന്ന. തളരരുതേ മനമേ, ആകുലമോ വരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട്. തളരരുതേ മനമേ, ആകുലമോ അരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധിക്കുന്നു ഈശോ, ഈശോയേ, ഈശോയേ ആരാധിക്കുന്നു. ഈശോയെ ആരാധന 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 ആരാധന. ഈശോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന 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 ആരാധിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപോലെ ഇരിക്കും, അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട തിരുവചനം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ഓരോരുത്തരും ഗോതമ്പും മണികളാണ്. നമ്മൾ നിലത്ത് വീണ് അഴിയുന്നുണ്ടെങ്കിൽ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ട ഒരു ജീവിതമാണ് എന്നാണ് ഈ തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. സഹനങ്ങളും വേദനകളും കുരിശുകളും കടന്നു വരുമ്പോൾ ഈശോയുടെ മനോഭാവത്തോടു കൂടി സ്വീകരിക്കുവാനും സഹനത്തെ ആശ്ലേഷിക്കുവാനും അതിലൂടെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ ഈശോയെ അനുഭവിച്ചറിയുവാനും നമുക്ക് സാധിക്കട്ടെ. നാം ഓരോരുത്തരും നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ പലതരത്തിലുള്ള സഹനങ്ങൾ സ്വീകരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? ഈശോയുടെ ആ മനോഭാവമാണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പാപത്തിൽ നിന്ന് അകന്നിരിക്കണമെങ്കിൽ, പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹങ്കാരം, ഇതെല്ലാം നമ്മിൽ നിന്ന് വിട്ടുമാറി
നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രസാദവരത്തില് ഈശോ കുരിശിലൂടെ നേടിത്തന്ന ആ സ്വർഗരാജ്യം സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തില് നാം സകലം നല്ല മനസ്സോടെ പൂർണ്ണ സ്നേഹത്തോടെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാ മനുഷ്യർക്കും സഹനങ്ങളുണ്ട്. അത് എപ്രകാരമാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് നമുക്കൊന്ന് ആത്മശോകത്തിന് ചെയ്ത് നോക്കാം. പെറുപെറുപ്പോടെ, ഇഷ്ടമില്ലാതെ, അഹങ്കാരത്തോടെ, നിരാശയോടെ, ദുഃഖഭാരത്തോടെ ഒക്കെയാണ് പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഹനത്തിന്റെ ഉദ്ദേശം നമ്മുടെ വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കയില്ല. വിശുദ്ധിയില്ലാതെ ആർക്കും നിത്യജീവൻ അവകാശമാക്കുവാൻ സാധ്യമല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ദൈവം അനുവദിക്കുന്ന ഈ കൊച്ചു കൊച്ചു സഹനങ്ങള് നല്ല മനസ്സോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ സഹനത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമുക്ക് സഹനം തരുന്ന വ്യക്തികളെ കൂടെ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക്, രക്ഷയിലേക്ക് നമുക്ക് അടുപ്പിക്കുവാനായിട്ട് സാധിക്കും. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള സഹനങ്ങളെക്കൊന്ന് നമുക്ക് ഓർക്കാം. എപ്രകാരമാണ് നാം ആ സഹനങ്ങളെ അഭിമുഖീകരിച്ചത്? ഇതെല്ലാം മണിമുത്തുകളായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊരു ശല്യമാണ്, ഇതൊരു നാശമാണ്, ഇതെന്റെ കഷ്ടകാലമാണ് എന്നൊക്കെയല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നത്. എന്നാൽ ഈ തിരുവചനങ്ങളുടെയൊക്കെ വെളിച്ചത്തില് നമുക്ക് നൽകിയ സഹനങ്ങള് അത് നമ്മുടെ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക്, നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന നിധികളാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവം നൽകിയ ഓരോ സഹനങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സഹനങ്ങളെ സ്വീകരിക്കുവാൻ, സഹനത്തിലൂടെ ജീവൻ പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ആവശ്യമായ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ കരങ്ങൾ ഉയർത്തി തീഷ്ണതയോടെ നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോ, 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 ആരാധിക്കുന്ന ഈശോ, സഹനങ്ങളെ സ്വീകരിക്കുവാൻ, സഹനങ്ങളെ പുലുകുവാൻ, സഹനത്തിലൂടെ രക്ഷ പ്രാപിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ, അതാണ് നിത്യജീവനിലേക്കുള്ള ഏക വഴിയെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, അങ്ങയുടെ സഹനത്തിലെ പങ്കാളികളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിളിച്ചതിനെ ഓർത്ത് കർത്താവേ ഞങ്ങളങ്ങ് തുതിക്കുന്നു, തുതിക്കുന്നു, തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രയേശുവേ, സ്തോത്രയേശുവേ, ആരാധിക്കുന്നു, തുതിക്കുന്നു, 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 തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുതി, 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 തുതി. കരങ്ങളടിച്ചു പാടാം. നിസാരമാം നിസാരമാം നീറും ദുഃഖങ്ങൾ, നിസാരമാം 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 നീറും ദുഃഖങ്ങൾ, നിസാരമാം നാളെ വരുന്ന മഹിമയുർത്താൽ ഇന്നെൻ ദുഃഖങ്ങൾ, നിസാരമാം നാളെ വരുന്ന മഹിമയുർത്താൽ ഇന്നെൻ ദുഃഖങ്ങൾ, നിസാരമാ നിസാരമാ നിസാരമാം നീറും ദുഃഖങ്ങൾ, നിസാരമാം. വന്ദനം വരും നാടു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. വന്ദനം വരും നാടു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ, സന്തോഷിക്കുവിൻ, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ, സന്തോഷിക്കുവിൻ, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. നിസാരമാം നിസാരമാം നീറും ദുഃഖങ്ങൾ, നിസാരമാം.
താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവം ഉയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ, ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ, ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. നിസ്സാരമാം നിസ്സാരമാം നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധിക്കുന്നു യേശു, ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ആരാധിക്കുന്നു 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 യേശുവേ യേശുവേ യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയാ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്. നമ്മളെന്തിനാ നന്ദി പറയുന്നത്? ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ, ഈ ആലയത്തിൽ കർത്താവ് തിരഞ്ഞെടുത്ത മകനായി മകളായി ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ അതൊന്നും മാത്രമാണ്. ഈ സഹനങ്ങൾ എനിക്കില്ലായിരുന്നെങ്കിൽ, ഈ വേദനകളിലൂടെ എനിക്ക് നടന്നു പോകേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ആരാധനയ്ക്കോ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കോ ഒന്നും വരില്ലായിരുന്നു. എനിക്ക് ആരോടെങ്കിലും എൻ്റെ സങ്കടം ഒന്ന് പറയണം, എൻ്റെ മനസ്സാരുടെയെങ്കിലും മുൻപിലൊന്ന് തുറക്കണം. ഇതുമാത്രം ഭാരവും വേദനയുമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ കടന്നു പോയപ്പോഴാണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഞാൻ എത്തിയത്. പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കലാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒത്തിരി കടുത്ത നിരാശയിലും ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, മരിച്ചേക്കാം, ജീവിതത്തിനൊരർത്ഥവുമില്ല, സഹനമല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിട്ടില്ല, എന്നും ദുഃഖങ്ങളായിരുന്നു, എന്നും കണ്ണുനീരായിരുന്നു, എന്നും ദുരിതമായിരുന്നു, ഒരിക്കൽ പോലും ഒരു സമാധാനം, സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇനി എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ആ കടുത്ത നിരാശയുടെ കൂരിരുട്ടിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഇതാ നിനക്കും എനിക്കും നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു പ്രത്യാശയുടെ തിരി നമ്മുടെ ഹൃദയത്തിലേക്ക് കത്തിച്ചു തരികയാണ്. പ്രത്യാശയുടെ ഒരു ദീപനാളം. ഇല്ല, എനിക്ക് ഒരബദ്ധവും പറ്റിയിട്ടില്ല. ഞാൻ സഹിച്ചതൊന്നും ഒരു മണ്ടത്തരമല്ലായിരുന്നു, ഒരു വിഡ്ഢിത്തരമല്ലായിരുന്നു, അതൊരു അബദ്ധമല്ലായിരുന്നു, അതൊരു ചതിവല്ലായിരുന്നു, അതാരുടെയും ഒരു വഞ്ചനയല്ലായിരുന്നു. മറിച്ച് ഞാൻ അനുഭവിച്ച സഹനങ്ങൾ മുഴുവനും, വേദന മുഴുവനും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു, എനിക്കുള്ള ദൈവത്തിൻ്റെ വലിയ കരുതലായിരുന്നു, കരുണയായിരുന്നു, സ്നേഹമായിരുന്നു. ഈശോയെ നന്ദി. ഇതോർത്തൊന്ന് നന്ദി പറഞ്ഞ് എൻ്റെ തമ്പുരാനോട് പറഞ്ഞു, ഈശോയെ ആ സമയത്ത് എനിക്ക് അങ്ങേ സ്തുതിക്കാൻ പറ്റിയില്ല, എന്നാൽ സമയം എന്നൊന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പിലില്ല. ദൈവത്തിന് മുമ്പിൽ എല്ലായ്പ്പോഴും ഒരേപോലെയാണ്. ഇന്നലകളും ഇന്നും നാളെയും എല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ ഒരുപോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുഃഖം ഒന്ന് സമർപ്പിച്ചു.
സമർപ്പിച്ചു. ഇത്രയും വലിയൊരു ദുഃഖം വേറെ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള നിമിഷങ്ങളെ എല്ലാം ഒന്ന് സമർപ്പിച്ചു. ഈശോയുടെ കുരിശിനോടൊന്ന് ചേർത്തു. ഈശോ എങ്ങനെയാ ദിവ്യകാരുണ്യമായി മാറിയത്, ഒരപ്പത്തിൻ്റെ രൂപത്തിലായത്, കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചാണ് ദിവ്യകാരുണ്യമായി മാറിയത്, വിശുദ്ധ കുർബാനയായി മാറിയത്. എന്നെയും ഈശോ വേറൊരു ദിവ്യകാരുണ്യമാക്കി മാറ്റുമാണ്. ഈ ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്ന പോലെ എന്നെയും, ഞാനാകുന്ന ഈ ഗോതമ്പ് മണിയെ ഈശോ ഇതാ വേറൊരു ഗോതമ്പപ്പമാക്കി മാറ്റുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിൽ കിടഞ്ഞ് പിടഞ്ഞ് മരിച്ചപ്പോൾ ഈശോ ഒരു ഗോതമ്പപ്പമായി, ഒരു വിശുദ്ധ കുർബാനയായി, ഒരു ദിവ്യകാരുണ്യമായി രൂപപ്പെട്ടതുപോലെ എൻ്റെ സഹനം എന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹനം എന്നെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹത്വത്തിൻ്റെ കിരീടമണിയാൻ യോഗ്യതയുള്ളവളാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹനം സഹനം തന്നെയാണ്, വേദന തന്നെയാണ്, ഒറ്റപ്പെടൽ തന്നെയാണ്. കുറ്റപ്പെടുത്തലുകൾക്ക് വേദനയുണ്ട്, സ്നേഹിക്കാത്തപ്പോൾ വേദനയുണ്ട്, മനസ്സിലാക്കാത്തപ്പോൾ വേദനയുണ്ട്, മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കാത്തപ്പോൾ വേദനയുണ്ട്, അവർ നമ്മുടെ നന്മ കാണാതിരിക്കുമ്പോൾ വേദനയുണ്ട്, അവർ നമ്മളെ അകറ്റി നിർത്തുമ്പോൾ വേദനയുണ്ട്, എല്ലാവരും നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ നമുക്ക് വേദനയുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട്, ആരും കൂടെ നിൽക്കാനില്ലാതിരിക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട്, ജീവിത പങ്കാളി പോലും എന്നെ തള്ളിപ്പറയുമ്പോൾ എനിക്ക് വേദനയുണ്ട്. ഈശോയെ, എല്ലാ വേദനകളും കുരിശിനോളം ഉയരട്ടെ. ഈശോയുടെ കുരിശിലെ സഹനത്തോളം, ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ എൻ്റെ മനസ്സിന്റെ വേദനയാകട്ടെ, എൻ്റെ ശരീരത്തിന്റെ നമ്പരമാകട്ടെ. ഞാൻ സൗഖ്യമാക്കപ്പെടുക പോവുകയാണ്. വ്രണങ്ങളെല്ലാം ഓരോ സഹനങ്ങളിലൂടെയും, തെറ്റിദ്ധാരണയിലൂടെ, കുറ്റപ്പെടുത്തലുകളിലൂടെ, വിമർശനങ്ങളിലൂടെ, തരം താഴ്ത്തലുകളിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, അധ്വാനത്തിലൂടെ, രോഗപീഠകളിലൂടെ എനിക്കുണ്ടായ സഹനങ്ങളുടെ വ്രണങ്ങളെല്ലാം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നിർഗളിക്കുന്ന, ആ പരിശുദ്ധ കുർബാനയിൽ നിർഗളിക്കുന്ന ആ മരുന്ന് ലേപനം എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയെ എന്ന് വിളിച്ച്, ഈശോ കുരിശിൽ കിടന്ന് ആബാ എന്ന് വിളിച്ചതുപോലെ, ആബാ എന്ന് വിളിച്ചതുപോലെ ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ പൊട്ടിക്കരഞ്ഞ് ഉള്ളിലൊരു സങ്കടവും വേണ്ട, ഉള്ളിലൊരു നമ്പരവും ബാക്കി നിൽക്കണ്ട, മുറിവുണങ്ങട്ടെ, സങ്കടങ്ങളെ മാറട്ടെ. ഈശോയെ എന്ന് വിളിച്ച് ആ തിരുനാമത്തിന് നമ്മുടെ മുറിവുകൾ ഉണക്കാൻ പറ്റും. ഈശോ എന്ന മധുരനാമത്തിന് ഈ സഹനങ്ങളെ ആസ്വദിച്ച് അനുഭവിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റാൻ പറ്റും. ഈശോയെ, എനിക്ക് വേണ്ടി കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ച കുരിശിന് അർത്ഥമുണ്ടെന്ന്, സഹനത്തിന് വിലയുണ്ടെന്ന്, ഇതൊരു മണ്ടത്തരമല്ല. ഈശോയെ, കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ച ഈശോയെ, കുരിശിന്റെ ശക്തി എനിക്ക് തരണമേ, കുരിശിന്റെ ശക്തി എനിക്ക് തരണമേ, കുരിശിന്റെ ശക്തി എനിക്ക് തരണമേ. ഈശോ, 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 ഈശോയെ, ഈശോയെ, എനിക്ക് ശക്തിയില്ല കർത്താവേ, എനിക്ക് ശക്തിയില്ല കർത്താവേ, എന്റെ രോഗങ്ങൾ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല ഈശോയെ, എന്റെ പ്രശ്നങ്ങളെ നേരിടാൻ എനിക്ക് കരുത്തില്ല കർത്താവേ. ഈശോയെ, ഞാൻ വാടിപ്പോകുന്നു, ഞാൻ തളർന്നു പോകുന്നു, ഞാൻ നിരാശപ്പെട്ടു പോകുന്നു, എനിക്ക് ശക്തിയില്ല ഈശോയെ. ഞാൻ ശക്തി പ്രാപിക്കട്ടെ, അങ്ങയുടെ മുഖം കണ്ട് ഞാൻ ശക്തി പ്രാപിക്കട്ടെ. കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ മുഖം കണ്ട് ഞാൻ ശക്തി പ്രാപിക്കട്ടെ. വലത്ത് വശത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഞാൻ ശക്തി പ്രാപിക്കട്ടെ. ഈശോ, ഈശോ, നിന്റെ തിരുനാമം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഈശോയെ. നിന്റെ തിരുനാമം വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ശക്തി കിട്ടുന്നുണ്ട് ഈശോയെ. ഈശോയുടെ തിരുനാമം വിളിക്കുമ്പോഴെല്ലാം എനിക്ക് ശക്തി കിട്ടുന്നുണ്ട് ഈശോയെ, എനിക്ക് ധൈര്യം കിട്ടുന്നുണ്ട് ഈശോയെ, എന്റെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട് ഈശോയെ. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈശോയെ, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈശോയെ. സ്വർഗം എന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈശോയെ. സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് ഞാനെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈശോയെ. സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്
ഞാൻ പോകുന്ന വഴിയിലെല്ലാം വിശുദ്ധരും നിൽപ്പുണ്ട്. ഞാൻ പോകുന്ന വഴികളിലെല്ലാം വിശുദ്ധരുണ്ട്. ഈശോയെ, അവരെനിക്ക് ക്ഷയിക്കാണ്ട് തരുന്നുണ്ട്. അവരെന്നെ കൈപിടിച്ച് മുന്നോട്ട് കിടത്തി വിടുന്നുണ്ട്. വഴി തെറ്റിയിട്ടില്ല കുഞ്ഞേ, വഴി തെറ്റിയിട്ടില്ല. നീ നടക്കുന്ന ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴിയില് നിനക്ക് മുൻപേ ഞാൻ പോയതാണ്. ഞാനുണ്ട് ഇവിടെ. ശക്തി പ്രാപിക്കാം, ശക്തി പ്രാപിക്കാം. ഈശോയെ, ഈശോയെ, മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ. യേശുവിലുള്ളൊരു വിശ്വാസം താൻ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ. യേശുവിലുള്ളൊരു വിശ്വാസം താൻ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശുവെന്നൊരു നാമമേ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശുവെന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ. കരങ്ങൾ മടിയിൽ തുറന്നു വയ്ക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളിൽ ഈശോ മുറുകെ പിടിച്ചിട്ടുണ്ട്. പറയുകയാണ്, കുഞ്ഞെ ധൈര്യമായിരിക്കുക, നീ ഒറ്റയ്ക്കല്ല. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ എൻ്റെ പൊന്നു കുഞ്ഞെ നീ ഒറ്റയ്ക്കല്ല. എത്ര വലിയ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊരു ധൈര്യമാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, നീ ഒറ്റയ്ക്കല്ല. നീ കടന്നു പോകുന്ന ഈ വഴിയിലൂടെ ഒരുപാട് പേര് കടന്നുപോയി. അവരെല്ലാം സ്വർഗത്തിലുണ്ട്. അവരെല്ലാം ഇപ്പൊ ഇവിടെ ആരാധിക്കാൻ ഇവിടെ ഉണ്ട്, ഭൂമിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വലത്ത് കരം പിടിച്ച് ശക്തി പകർന്നിരുന്ന ഈശോയുടെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും കഴിക്കുന്ന ഗുളിക തുപ്പിക്കളയുന്ന പോലെ സഹനം ഒരിക്കലും തുപ്പിക്കളയാൻ ഇടവരാതിരിക്കട്ടെ. മധുരിക്കുന്ന മിഠായി വായിലിട്ട് നുണയുന്നത് പോലെ ആസ്വദിച്ചനുഭവിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവേ, അനേകം രക്തസാക്ഷികളും അനേകം വിശുദ്ധരും ആസ്വദിച്ചനുഭവിച്ച ആ സഹനത്തെ ഞങ്ങൾക്കും ആഘോഷമാക്കാൻ കൃപ തരണമേ. വിശുദ്ധ കുർബാന ഞങ്ങൾ ആഘോഷിച്ചനുഭവിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ ആസ്വദിച്ചനുഭവിച്ച് വിശുദ്ധരുടെ കൂടെ ചേരാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നമുക്ക് നമ്മുടെ സഹനങ്ങളെ എല്ലാം ഈശോയ്ക്കൊന്ന് സമർപ്പിക്കാം. ഒത്തിരി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ സഹനങ്ങളെ കാഴ്ചവെക്കാനായിട്ട് ഈശോ സന്ദേശം തരുന്നുണ്ട്. പോലെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നു, സഹനമെടുത്ത് പ്രാർത്ഥിക്കാൻ. ഒരു സ്ട്രോക്ക് വന്നിട്ട് നടക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. നൈജീരിയ എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുണ്ട്. തൊട്ടി ഉപയോഗിച്ച് അടയ്ക്ക പറിക്കുമ്പോൾ ഷോക്ക് കേൾക്കാതെ സൂക്ഷിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. കർത്താവ് ഒരു വ്യക്തിയോട്, നീ എനിക്ക് ഒത്തിരി വിലപ്പെട്ട മകനാണെന്ന് ഈശോ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന് തിന്മയുടെ ശക്തമായ
ശക്തമായ സ്വാധീനം വിട്ടുപോകുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ മണ്ടനാണെന്ന് കരുതിയിരിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ഒത്തിരി ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. മോഹാശക്തിയുടെ ബന്ധനാവസ്ഥയിൽ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മരപ്പണിയിൽ ഏർപ്പെടുന്ന 2 വ്യക്തികളെ കർത്താവ് പ്രത്യേക ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് നോക്കി നിൽക്കുന്ന പതിവുള്ള വ്യക്തിയോട് അത് വേണ്ട എന്ന് പറയുന്നു. ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ധൈര്യം കൊടുക്കുന്നു. ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനുള്ള പരിഹാരം കാണിച്ചു കൊടുക്കുന്നു. ആരും അറിയാതെ പണം സഹായം കൊടുക്കുന്ന, ദശാംശം കൊടുക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. യുവജനങ്ങൾക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. അനീഷ് എന്ന പേരുള്ള ഒരു മകനെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. യൂറിൻ പോകാൻ വിഷമം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സൈനസൈറ്റിസിന്റെ രോഗം മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അക്ഷമരാകരുത്, വിശ്വസിച്ച് പിടിച്ചു നിൽക്കാൻ ഈശോ പറയുന്നു. മോണപ്പഴുപ്പ് മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ബൈക്ക് അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ കർത്താവ് പറയുന്നു. കുഞ്ഞുങ്ങളെ, UKG പഠിക്കുന്ന കുട്ടികളെ, അത് ആ പ്രായത്തിൽ വരുന്ന കുഞ്ഞിനെ വല്ലാതെ ശിക്ഷിക്കുന്ന മാതാപിതാക്കളെ ഈശോ ശാസിക്കുന്നതായിട്ട് കാണിക്കുന്നു. വൈദികർക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന നിയമങ്ങൾ അപ്പോൾ തന്നെ സമർപ്പിക്കണം. ഒരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയതിന്റെ ദുഃഖത്തിൽ നിന്ന് കർത്താവ് ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നു. നല്ല മരണത്തിനുള്ള കൃപ കൊടുത്ത് കർത്താവ് ഒരു വ്യക്തിയെ ധനാശക്തിയുടെ ബന്ധനാവസ്ഥയിൽ നിന്നുള്ള വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരുപാട് ആത്മീയ നന്മയിലേക്ക് വളരാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. വിട്ടുകൊടുക്കാൻ പറയുന്നു. ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ പറയുന്നു. അശുദ്ധമായ പാവാവസ്ഥയിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് ചില വ്യക്തികളോട് ആവശ്യപ്പെടുന്നു. നന്ദി കർത്താവ്. കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അലസത ഉപേക്ഷിക്കാൻ പറയുന്നു. ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ ആ വ്യക്തിയോട് കർത്താവ് പറയുന്നില്ല. അലസത ഉപേക്ഷിക്കാൻ പറയുന്നു. അപകടത്തിൽ തലയ്ക്ക് പരിക്ക് പറ്റിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. വളരെ അശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയോട് നിന്റെ ശ്രദ്ധ തിരിച്ചെടുക്കാൻ പറയുന്നു. അപകടം മുൻപിലുണ്ട്. വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കാൻ പറയുന്നു. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ ഷേർലി എന്നൊരു മകളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഷിനോജ് എന്ന പേരിലെ ഒരു മകനെ ഈശോ അനുഗ്രഹിക്കുന്നു. കർത്താവേ കഴുത്തിന് ഭയങ്കരമായ വേദന മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. സ്തുതി, സ്തുതി. സഹിക്കാനായിട്ടുള്ള വലിയൊരു ആത്മധൈര്യം കൊടുത്ത് കർത്താവ് പലരെയും അനുഗ്രഹിക്കുന്നു. നന്ദി, 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 നന്ദി. ഫ്ലൈറ്റ് അപകടം ഒഴിവാകാൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സഹനശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സഹനമാണ് ഞങ്ങൾക്കുള്ള രക്ഷ. അതാണ് മഹത്വത്തിന്റെ കിരീടത്തിനുള്ള യോഗ്യത. അത് ഞങ്ങൾക്കങ്ങ് തരുമ്പോൾ സ്വീകരിക്കാൻ ശക്തി തരണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു. ഈശോയെ സ്തുതി. നമുക്ക് എഴുന്നേറ്റ് നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ
മധ്യസ്ഥം കൂടുതൽ ഫലദായകമായി തീരുന്നത് നമ്മുടെ സഹനം ഏക മധ്യസ്ഥനായ യേശുവിൻ്റെ കുരിശിലെ സഹനത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് ഫലദായകമായി തീരുന്നു. എല്ലാവരും അവനവൻ്റെ സഹനങ്ങൾ ആർക്കെല്ലാം വേണ്ടി കാഴ്ചവെക്കാനുണ്ടോ അവർക്കെല്ലാം വേണ്ടി കാഴ്ചവെച്ചിട്ട് കർത്താവേ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, പേര് പറഞ്ഞു പറയാം. കർത്താവേ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, കർത്താവേ ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മാനസാന്തരം കൊടുക്കണമേ, വിശുദ്ധീകരിക്കണമേ. ആരെല്ലാം വിശ്വാസം തകർന്നു നിൽക്കുന്നുണ്ടോ, ആരെല്ലാം ജീവിത നവീകരണത്തിൽ നിന്ന് വിമുഖത കാണിക്കുന്നുണ്ടോ, വഴിമാറി നടക്കുന്നുണ്ടോ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം കിട്ടാത്ത മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് സുഖമായിട്ട് ഉറങ്ങാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പുറം വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കരം പിടിച്ച് നടത്തുന്ന അനുഭവം കൊടുത്ത് കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നുണ്ട്. നന്ദി കർത്താവ്. ഞങ്ങളുടെ സഹനങ്ങളെല്ലാം നീക്കി സമർപ്പിക്കുന്നു. സാമ്പത്തിക മേഖലകളിൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ട്. കടം വീടാൻ മാത്രം സാമ്പത്തിക വരുമാനങ്ങൾ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ നന്ദി കർത്താവെ, സ്തുതിക്കുന്നു. നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പരീക്ഷാഭയം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അന്നാറോസ് എന്ന മകളെ സമർപ്പിക്കാം. ഇസ്രായേലിലേക്ക് വിസ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എബിൻ എന്ന മകനെ സമർപ്പിക്കാം. നീറ്റ് എക്സാമിന് ഉന്നത വിജയം ആഗ്രഹിക്കുന്ന ജസ്ന എന്ന മകളെ സമർപ്പിക്കാം. ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മേരിക്കുട്ടി എന്ന മകളെ സമർപ്പിക്കാം. രോഗശാന്തി ആഗ്രഹിക്കുന്ന ബേബി എന്ന മകനെ സമർപ്പിക്കാം. +2 ഉന്നത വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൻഡോ എന്ന മകനെ സമർപ്പിക്കാം. സ്വഭാവ രൂപീകരണം ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള കൃപയിൽ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൽബിൻ എന്ന മകനെ സമർപ്പിക്കാം. BSc നഴ്സിംഗിന് പഠനം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന അലീന എന്ന മകളെ സമർപ്പിക്കാം. വീട് സ്ഥലവും വിൽക്കാൻ ആഗ്രഹിക്കുന്ന ജോർജ് എന്ന മകനെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ജ്യോതിസ് എന്ന മകനെ സമർപ്പിക്കാം. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലൈസമ്മ എന്ന മകളെ സമർപ്പിക്കാം. ഇടുപ്പിന് സൗഖ്യം കിട്ടേണ്ട കുട്ടിയമ്മ എന്ന മകളെ സമർപ്പിക്കാം. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലിസി എന്ന മകളെ സമർപ്പിക്കാം. മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ബിൽബിൻ എന്ന മകനെ സമർപ്പിക്കാം. വീട് സ്ഥലവും വിൽക്കാൻ ആഗ്രഹിക്കുന്ന ജോർജ് എന്ന മകനെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ആൽബിൻ എന്ന മകനെ സമർപ്പിക്കാം. ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അലൻ എന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. രോഗശാന്തി ആഗ്രഹിക്കുന്ന സിയോൻ എന്ന മകനെ സമർപ്പിക്കാം. ഓസ്ട്രേലിയയിൽ PRO ലഭിക്കാൻ ആഗ്രഹിക്കുന്ന മാക്സ്വെൽ എന്ന മകനെ സമർപ്പിക്കാം. നേഴ്സിംഗ് പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എബിൻ എന്ന മകനെ സമർപ്പിക്കാം. തടസ്സങ്ങൾ മാറാനും മക്കളുടെ രമ്യത സാധിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൊച്ചുറാണി എന്ന മകളെ സമർപ്പിക്കാം. കടം ബാധ്യത മാറാനും വേണ്ടി ആഗ്രഹിക്കുന്ന ജോർജ് കുട്ടി എന്നൊരു മകനെ സമർപ്പിക്കാം. നല്ല ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അനു എന്ന മകളെ സമർപ്പിക്കാം. ജോലി തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ജിതിൻ എന്ന മകനെ സമർപ്പിക്കാം. മദ്യപാനം മാറാൻ ആഗ്രഹിക്കുന്ന ബെന്നി എന്ന മകനെ സമർപ്പിക്കാം. പുകവലിയിൽ നിന്ന് മോചനം കിട്ടേണ്ട തോമസ് എന്ന മകനെ സമർപ്പിക്കാം. ജോലി തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന അമൽ എന്ന മകനെ സമർപ്പിക്കാം. സ്ഥലം വിൽപ്പിന് ആഗ്രഹിക്കുന്ന വിൽസൺ എന്ന മകനെ സമർപ്പിക്കാം. വീസ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ജോൺ എന്ന മകനെ സമർപ്പിക്കാം. മാനസാന്തര അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബൈജു എന്ന മകനെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൽ നിറയാനും കുടുംബസമാധാനം ഉണ്ടാകാനും രോഗശാന്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന മേരി എന്ന മകളെ സമർപ്പിക്കാം. ജീവൻ പരീക്ഷയെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മെൽബിൻ എന്ന മകനെ സമർപ്പിക്കാം. ജർമ്മൻ പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ശാരി എന്ന മകളെ സമർപ്പിക്കാം. ജർമ്മൻ പരീക്ഷയുടെ വിജയത്തിന് ആഗ്രഹിക്കുന്ന ജിജോ എന്ന മകനെ സമർപ്പിക്കാം. കുഞ്ഞിനെ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സുധീഷ് സോയ എന്ന മകളെ സമർപ്പിക്കാം. രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന ലിജി എന്ന മകനെ സമർപ്പിക്കാം. ഭയം മാറാൻ ആഗ്രഹിക്കുന്ന അൽവിയ എന്ന മകളെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ബെബിൻ എന്ന മകനെ സമർപ്പിക്കാം. വീട് സ്ഥലം വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ത്രേസ്യാമ്മ എന്ന മകളെ നമുക്ക് സമർപ്പിക്കാം. ഒന്ന് കരങ്ങൾ കോർത്ത് പിടിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമർപ്പിച്ച എല്ലാവരെയും കൂടെ ഒരു മാരകമായ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മകളെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. പാവ
നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ നിന്റെ സഹായത്തിന്